ജാസ്മിൻ്റെ വീട്ടുകാർ വിളിച്ച് സംസാരിച്ചതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലെല്ലാം വളരെയധികം ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഗംഭീരമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെയുള്ള മത്സരാർത്ഥികളുടെ ഇടയിലും ഇങ്ങനൊരു സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ബാക്കിയുള്ളവരുടെ വീട്ടുകാരായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ച് ജാസ്മിൻ്റെ അടുത്ത് സംസാരിച്ചു എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രശ്നം. ആ ഒരു കോൾ വന്നതിന് ശേഷം ജാസ്മിന് മനസ്സിലായിട്ടുണ്ട് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു കോംബോ പുറത്ത് നെഗറ്റീവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജാസ്മിന് മൊത്തം നെഗറ്റീവാണ് പുറത്തെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ കോളിന് ശേഷം ജാസ്മിൻ്റെ പ്രവൃത്തികളെല്ലാം അതുപോലെയായിരുന്നു. ഭയങ്കര കരച്ചിലും ബഹളം എല്ലാം ആയിരുന്നു. ഭയങ്കര വിഷമായിരുന്നു. ജാസ്മിനും ഗബ്രിയും ആയിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ജാസ്മിൻ്റെ അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തത് ശരിയായില്ല. പുറത്തെ കാര്യങ്ങൾ കണ്ടസ്റ്റൻസ് അറിയാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ചർച്ച കൊണ്ടാവണം ഇന്ന് ലാലേട്ടൻ ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനൊരു കാര്യമുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ അഭിപ്രായം എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഒരു ഒരു ഗെയിം ഷോ ആണെങ്കിലും ഇതിലുള്ള മത്സരാർത്ഥികളെല്ലാം പച്ചയായ മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് ഇതുപോലുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു കോൾ വന്നപ്പോൾ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ആണ് ഇങ്ങനെ വിളിക്കാൻ സമ്മതിച്ചത് എന്നാണ്. മാത്രമല്ല ജാസ്മിൻ ആ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ടാണ് ജാസ്മിനെ അങ്ങനെ കോൾ ചെയ്യാൻ അനുവദിച്ചത് എന്നാണ്. ബിഗ് ബോസ് പറഞ്ഞതിലും കാര്യമുണ്ട്. എല്ലാവരും പച്ചയായ മനുഷ്യരാണ് അതിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും. അപ്പോൾ അവർക്കും ഇതുപോലുള്ള വിഷമങ്ങളും വീട്ടിലുള്ള ഇതുപോലുള്ള ആരോഗ്യസ്ഥിതി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വീട്ടുകാർക്ക് ഉണ്ടാകുമ്പോൾ അത് അറിയിക്കേണ്ട ഒരു കടമയുണ്ട്. അങ്ങനെ സംസാരിക്കേണ്ടതെല്ലാം ശരിയാണ്. പക്ഷേ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതി ശരിയാണോ? അങ്ങനെ അസുഖത്തെക്കുറിച്ച് സംസാരിക്കണമെന്നും അച്ഛനും മകളുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞ് ആ ബിഗ് ബോസിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാം. പക്ഷേ അതിന് പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അനുവദിക്കരുതായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ബാക്കിയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര്, ഒരുപാട് റിവ്യൂവേഴ്സ്, എല്ലാവരും വ്ളോഗേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ വീഡിയോ ബിഗ് ബോസ് പുറത്ത് വിടട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവർ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടാവാം അത് പുറത്ത് വിടാത്തത്. അപ്പോൾ ഈ ബിഗ് ബോസ് പറഞ്ഞ പോലെ മത്സരത്തിനേക്കാൾ ഉപരി ഇത് മനുഷ്യത്വമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ്. അപ്പോൾ ശരിയാണ്, അത് തന്നെയാണ്. പക്ഷേ എല്ലാ മത്സരാർത്ഥികളുടെ അടുത്തും ഇതുപോലെ കാണിച്ചിട്ടുണ്ടോ? അതുപോലെ എല്ലാ സീസണിലും ഇത് തന്നെയായിരുന്നോ ബിഗ് ബോസിൻ്റെ നിലപാട് എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് എന്താ തോന്നുന്നത് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മുമ്പുള്ള സീസണുകളിലും ഒരുപാട് മനുഷ്യത്വപരമായ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ ഡിംപിളിൻ്റെ കേസിലൊക്കെ അച്ഛൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോഴത്തേക്കും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും അറിയിക്കേണ്ട കാര്യം തന്നെയായിരുന്നു. പക്ഷെ അല്ലാതുള്ള ചില കേസുകളിലൊക്കെ അങ്ങനെ അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതല്ല, അല്ലാതെ എന്തെങ്കിലും മനുഷ്യത്വപരമായിട്ട് ഇപ്പോൾ റോബിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഡോക്ടർ റോബിനെ ബാത്റൂമിലാക്കിയിട്ട് ഹിറ്റ് അടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ബിഗ് ബോസ് അതുപോലെയാണോ പ്രതികരിച്ചത്? അത്രയും ഹിറ്റ് അടിച്ച ഒരു അതും മനുഷ്യത്വത്തിനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ. ഒരാളുടെ ഒരു ജീവൻ്റെ അവസ്ഥയാണത്. അത് കണ്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും എന്തുമാത്രം വിഷമായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ റോബിനെ ഇഷ്ടപ്പെടുന്നവരായാലും അല്ലെങ്കിലും ഒക്കെ ജാസ്മിൻ അന്ന് ചെയ്തത് എന്തുമാത്രം മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. അന്ന് റോബിൻ ആ ബാത്റൂമിനകത്ത് കയറിയ സമയത്ത് ജാസ്മിൻ ഹിറ്റടിച്ച ആ ഒരു മനുഷ്യത്വരഹിതമായ ആ പ്രവൃത്തി വളരെ നികൃഷ്ടമായ ഒരു പ്രവൃത്തി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന, അത് കണ്ടിട്ട് നമ്മുടെ ബിഗ് ബോസിന് ഈ മനുഷ്യത്വമൊന്നും കണ്ട പോലെ അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോ കാണുന്നവരുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്